അടുത്ത ക്വസ്റ്റ്യനെ two charged conducting spheres of radii A and B are connected to each other by means of a wire. നമ്മുടെ കയ്യിൽ രണ്ട് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സ്ഫിയേഴ്സ് ഉണ്ട്. അവരുടെ റേഡിയസ് എയും ബിയും ആണ്. ഇത് രണ്ട് ചാർജ് ചെയ്തതാണ്. ദീസ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ വയർ. വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് അറ്റ് ദെയർ സർഫസസ്? അപ്പോൾ രണ്ട് സ്ഫിയർ ഉണ്ട് കേട്ടോ. ദിസ് ഈസ് എ ഫസ്റ്റ് സ്ഫിയർ ഓഫ് റേഡിയസ് എ. This is a second sphere of radius B. So these are charged. See, these are connected by means of a wire. So what will happen? Charges flow from the sphere at a high potential to sphere at a low potential till they attain a common potential. Okay. Then let the common potential be V. A common potential എന്താണെന്ന് ഇരിക്കട്ടെ? V ആണെന്ന് ഇരിക്കട്ടെ. Then what is the ratio of electric field at their surfaces? ഇതിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുകൾ പറയൂ. ഇലക്ട്രിക് ഫീൽഡ് E1, ഇതിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് പറ. 1/4πε0. ഇതിൻ്റെ ചാർജ് Q1 ആണെന്നിരിക്കട്ടെ. Q1 പറഞ്ഞോ. ഇതിൻ്റെ റേഡിയസ് Q/r². പറയൂ. Q/a². പിന്നെ E2 പറയൂ. അവൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q2 അവൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്? E1/E2 ഈസ് ഈക്വൽ ടു പറ 1/4πε0 Q1/a² ഡിവൈഡഡ് ബൈ 1/4πε0 Q2/b². Then these two cancel. So I am getting E1/E2 is equal to, tell me, Q1/a² divided by this. So into b²/Q2. Then E1/E2 can be written as E1/E2 is equal to, tell me, this can be written as Q1/Q2 into Q1/Q2 into b²/a². Am I right? So this is a ratio of electric fields. It is a first question. Then ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, ഇനി നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യം, നമ്മൾ പഠിച്ചതുമാണ്. ഇനി രണ്ട് കണ്ടക്ടേഴ്സിനെ ഇതുപോലെ കണക്ട് ചെയ്താൽ ഇതൊരു ഉണ്ടയല്ലേ? ഈ ഉണ്ട ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ. സി ദിസ് ഈസ് ആൾസോ ആൻ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് C1, ഇതിൻ്റെ കപ്പാസിറ്റൻസ് C2. നിങ്ങൾ പറ, C1 എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റൻസ് ആണല്ലോ ഇക്വേഷൻ 4πε0 R എന്നാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് ആദ്യത്തവൻ എന്താണ്? 4πε0 A എന്നാണ്. കപ്പാസിറ്റൻസ് ഓഫ് രണ്ടാമത്തവൻ എന്താണ്? 4πε0 B എന്നാണ്. നമ്മൾ പഠിച്ചല്ലേ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് എന്താണ്? റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ. 4πε0 റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ചാർജസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലേ. അപ്പോൾ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് നമുക്ക് ചെയ്യാം. റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. C1 എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ എന്താണ്? Q/V എന്നാണ്. Q/V എന്നാണ്. ഇതിൻ്റെ മനസ്സിൽ കണ്ടിട്ട് C1 എന്താന്ന് പറയൂ. C1 ഈസ് ഈക്വൽ ടു പറ Q1 അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ. ഇനി അടുത്ത് C2 എന്താന്ന് പറയൂ. C2 ഈസ് ഈക്വൽ ടു Q2 അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇതൊന്നും വേണ്ട, നമുക്ക് ആവശ്യം വരുമ്പോൾ എഴുതാം. പറയും C1/C2 എടുത്താൽ എന്ത് വരും? വാട്ട് ഈസ് C1/C2? റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ചാർജസ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ചാർജസ്. ഇനി C1/C2ൻ്റെ വേറൊരു വാല്യൂ പറയൂ. C1/C2 ഈക്വൽ ടു പറയൂ. C1 4πε0 A ഡിവൈഡഡ് ബൈ 4πε0 B. അപ്പോൾ C1/C2 ഇസ് ഈക്വൽ ടു പറ A/B. അപ്പോൾ C1/C2ന് ഒരു ആൻസർ, C1/C2ന് അടുത്ത ആൻസർ. കണ്ടോ? ഇനി നിങ്ങൾ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഇവിടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ E1/E2 എന്ത് വരും? E1/E2 ഈസ് ഈക്വൽ ടു E1/E2 ഈസ് ഈക്വൽ ടു നിങ്ങൾ തന്നെ പറയണേ. Q1/Q2ന് പകരം എന്തെഴുതാം? Q1/Q2ന് പകരം എന്തെഴുതാം? C1/C2 എന്ന് എഴുതാം. C1/C2 എന്ന് എഴുതാം. ഇനി B²/A² അതുപോലെ എഴുതാം. അടുത്ത E1/E2 അതുപോലെ എഴുതി.
ഈ C1/C2 പകരം A/B എന്ന് എഴുതാം, ഇൻറ്റു B²/A² എന്ന് എഴുതി. അപ്പോഴേ E1/E2 ഈസ് ഈക്വൽ ടു പറ, ഓരോ A കട്ടായത് ഓരോ B കട്ട് ചെയ്തു, B/A എന്നല്ലേ കിട്ടിയത്. എന്താണ് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ നോക്കൂ, E1/E2 ഈസ് ഈക്വൽ ടു B/A. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ഫസ്റ്റ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സെക്കൻഡ് ബൈ റേഡിയസ് ഓഫ് ഫസ്റ്റ് എന്നല്ലേ. അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്? ഇലക്ട്രിക് ഫീൽഡ് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് കിട്ടിയിരിക്കുന്നത്? C1/C2 ആണ്. C1/C2 എന്ന് പറഞ്ഞാൽ എന്താണ്? Q1/Q2 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോക്കൂ. വാട്ട് ഈസ് റേഷ്യോ ഓഫ് E1/E2? E1/E2 ഈസ് ഈക്വൽ ടു B/A എന്നല്ലേ കിട്ടിയത്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് വേണം, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്? അതിനകത്ത് വേറൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഇനി യൂസ് എ റിസൾട്ട് ഒബ്റ്റെയിൻ ടു എക്സ്പ്ലെയിൻ വൈ ചാർജ് ഡെൻസിറ്റി ഓൺ ഷാർപ്പ് ആൻഡ് പോയിന്റഡ് എൻഡ്സ് ഈസ് ഹൈ എന്നാണ് ക്വസ്റ്റ്യൻ. ഷാർപ്പ് എൻഡിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതൽ വരാൻ കാര്യമുണ്ട്. നിങ്ങൾ പറ, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണല്ലോ ഇക്വേഷൻ പറ, ചാർജ് ബൈ ഏരിയ അല്ലേ. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ആദ്യത്തവൻ പറയും, ചാർജ് ബൈ ആദ്യത്തവന്റെ ഏരിയ പറ, 4πA². കണ്ടോ? സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് രണ്ടാമത്തവൻ പറ, Q2/4πB². അങ്ങനെയാണെങ്കിൽ σ1/σ2 എത്ര വരും? ഇതേ ബൈ ഇത് നിങ്ങൾ തന്നെ പറ, ഒറ്റയടിക്ക് പറ. അപ്പൊ Q1/4πA², ഇത് തലതിരിഞ്ഞ് വരും 4πB² ഡിവൈഡഡ് ബൈ Q2. ഇനി σ1/σ2 ഈസ് ഈക്വൽ ടു പറയൂ, ഏതൊക്കെ വെട്ടി? 4π വെട്ടി, ബാക്കി Q1/Q2 അതുപോലെ എഴുതി. ഇനി B²/A² എന്ന് എഴുതി. കണ്ടോ? അപ്പോൾ σ1/σ2 ഈസ് ഈക്വൽ ടു Q1/Q2 എവിടെ എഴുതിയിട്ടുണ്ട്? Q1/Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? C1/C2 ആണ്. Q1/Q2 എന്ന് പറഞ്ഞാൽ C1/C2 ആണ്. അപ്പോൾ ഇതിന് പകരം C1/C2 എന്ന് എഴുതി. ഇനി അടുത്ത് B²/A² എന്ന് എഴുതി. അടുത്ത് σ1/σ2 ഈസ് ഈക്വൽ ടു പറ, C1/C2 എന്ന് പറഞ്ഞാൽ A/B ആണ്. അപ്പോൾ A/B ഇൻറ്റു B²/A² എന്ന് എഴുതി. അപ്പോൾ അടുത്ത റിസൾട്ട് σ1/σ2 ഈസ് ഈക്വൽ ടു പറ, B/A എന്നായില്ലേ. അപ്പോഴേ കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോക്ക്, സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ഫസ്റ്റ് വൺ ബൈ സെക്കൻഡ് വൺ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സെക്കൻഡ് ബൈ ഫസ്റ്റ് എന്നല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ റിസൾട്ട് കിട്ടിയാൽ മനസ്സിലാക്കേണ്ടത്? സർഫസ് ചാർജ് ഡെൻസിറ്റികൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് എന്തോന്നിന്? ഏരിയാസിന്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ σ1 എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A, σ2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു B അല്ലേ. അപ്പോൾ അങ്ങനെയല്ലേ വരിക? ഒന്നുകൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി σ1 ഇവിടെ നോക്ക്, ഇത് മേലും ഇത് താഴെയല്ലേ. അപ്പോൾ σ1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A, σ2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു B. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് റേഡിയസ് എന്നല്ലേ കിട്ടിയത്. അപ്പോൾ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ റേഡിയസ് കുറവാണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ ഉണ്ട ചെറിയ റേഡിയസ്, അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതൽ. പോയിന്റ് എൻഡ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു സ്ഫിയർ എന്ന് വിചാരിക്കുക. ഷാർപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ ആ ടിപ്പിനെ ഒരു കുഞ്ഞു സ്ഫിയർ എന്ന് എടുക്കുക, അതിൻ്റെ റേഡിയസ് കുറവല്ലേ. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ടിപ്പിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതൽ. ഈ സിറ്റുവേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ഫുള്ളായിട്ട് ഞാൻ ഒന്ന് പറയാം. സിമ്പിൾ കേസാണ്. സൊല്യൂഷൻ: വി ഹാവ് ടു ഉണ്ടാസ്, ഓക്കെ, ടു സ്ഫിയേഴ്സ്, റേഡിയൈ A, B. Both are charged. Both are connected by means of a wire. Then this is an isolated spherical capacitor, that is an isolated spherical capacitor. Capacitance are C1 and C2. All these stories we know. Then, so what is the first question? What is the ratio of electric fields on their surface? So what is the electric field on the surface of first one? 1/4πε0 Q by radius square of that. Then what is the electric field of this on the surface? 1/4πε0 charge by radius square. Then what is the ratio? You take the ratio. So you will get this. Okay. Now you have to modify this. Listen. E1/E2 is equal to Q1/Q2 into B² by A². No doubt. Then when these two are connected,
the ratio of charges is equal to ratio of capacitances we have studied. So instead of ratio of charges you can write ratio of capacitance, then V square by A square, no doubt. Then what is the next? Then we are modifying all these. Listen, what is capacitance? 4 pi epsilon 0 R. What is capacitance of first one? 4 pi epsilon 0 A. Second one this. So what is C1 by C2? It is Q1 by Q2. C1 by C2 equal to what is C1? 4 pi epsilon 0 A by this. So you are getting A by B. So C1 by C2 equal to Q1 by Q2. Then C1 by C2 equal to A by B. That is, instead of C1 by C2 you can write A by B. So instead of C1 by C2 you write A by B. Then cancel, you are getting E1 by E2 is equal to B by A. So ratio of electric fields is equal to E1 by E2 is equal to radius of second by radius of first. That is the result you got. Now in the question we have one more. So what is the part? See, surface charge density is more at the tips, sharp tips. You prove it. Say, listen, surface charge density is equal to charge by area. Surface charge density of first one, second one. Then you calculate sigma 1 by sigma 2. So I am getting this answer. Then instead of Q1 by Q2 you write C1 by C2. Then what is C1 by C2? C1 by C2 is what? A by B. So A by B putting, cancelling. So sigma 1 by sigma 2 is equal to B by A. So it is very clear, sigma 1 inversely proportional to A. Sigma 2 inversely proportional to B. That is surface charge density inversely proportional to radius. Then sharp tip can be considered as a sphere of small radius. So its surface charge density will be more. So the situation is explained. Okay, clear?